Hi guys, so this video is completely for CA CMA students. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ മാർജിനൽ കോസ്റ്റിലെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 12 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ നിങ്ങളത് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 12 കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ സോ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ 12 എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം. സോ നമ്മൾ ഇന്ന് നോക്കുന്നത് 14ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മാർജിനൽ കോസ്റ്റിങ്ങിലെ 14ാമത്തെ ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ എ കമ്പനി ഹാസ് ത്രീ ഫാക്ടറീസ് സിറ്റുവേറ്റഡ് ഇൻ നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വിത്ത് ഇൻസ് ഹെഡ് ഓഫീസ് ഇൻ മുംബൈ. ഓക്കെ, സോ നോർത്ത് ഈസ്റ്റ് സൗത്തിൽ എന്ന് പറയുന്നത് 3 സ്ഥലത്താണ് നമുക്ക് ഈ ഒരു കമ്പനീൻ്റെ ഫാക്ടറീസ് ഉള്ളത്. സോ ദ മാനേജ്മെൻറ്റ് ഹാസ് റിസീവ്ഡ് ദ ഫോളോയിങ് സമ്മറി റിപ്പോർട്ട് ഓൺ ദ ഓപ്പറേഷൻസ് ഓഫ് ദി ഈച്ച് ഫാക്ടറി ഫോർ എ പീരീഡ്. അതായത് ഓരോ ഫാക്ടറിൻ്റെയും സമ്മറി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് സെയിൽസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസ് വന്നിട്ടുണ്ട്, പിന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. സോ നമുക്ക് സെയിൽസിൽ നമുക്ക് ആക്ച്വൽ വന്നിട്ടുണ്ട്, ദെൻ ഓവർ ഓർ അണ്ടർ ബജറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആക്ച്വൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, ഓവർ ഓർ അണ്ടർ ബജറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ നോർത്ത് ഈസ്റ്റ് സൗത്ത് ഓരോന്നിനും തന്നിട്ടുണ്ട് ബിഫോർ. സോ നമ്മൾ ഫർദർ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കോൺസെപ്റ്റ് പറയാം. ഓക്കെ, അതായത് സോ ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു ഭാഗം, ആൻസറിൻ്റെ ഭാഗമല്ല, ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഒരു എക്സ്ട്രാ ബോണസ് ആയിട്ട് നോക്കിയാൽ മതി. സോ ഓവർ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനേക്കാൾ നമുക്ക് ആക്ച്വലി നമുക്ക് കൂടുതലാണെങ്കിൽ അതിനെ നമുക്ക് ഓവർ ബഡ്ജറ്റ് എന്നും, അണ്ടർ ബഡ്ജറ്റ് അതായത് ബഡ്ജറ്റ് ചെയ്തതിനേക്കാൾ ആക്ച്വലി കുറവാണെങ്കിൽ നമുക്കതിനെ അണ്ടർ ബഡ്ജറ്റ് എന്ന് പറയാം. സോ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചാൽ ഓവർ ബഡ്ജറ്റും അണ്ടർ ബഡ്ജറ്റുമാണ്. സോ എന്തുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാം. സോ അണ്ടർ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറവാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. സോ അണ്ടർ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ബഡ്ജറ്റ് കുറവല്ല, സോ അതായത് ബഡ്ജറ്റിനേക്കാൾ ആക്ച്വൽ കുറവാണ്. അപ്പോൾ അണ്ടർ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ആവാൻ പാടില്ല. ഓക്കെ, സോ അതാണ് ആ ഒരു കോൺഫ്ലിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കാര്യം ഇപ്പം തന്നെ പറഞ്ഞത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആക്ച്വലി 1100 നമുക്ക് നോർത്തിലെ സെയിൽസ് എന്ന് പറയുന്നത് 1100. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ അണ്ടർ ബഡ്ജറ്റ് നമുക്ക് 400 തന്നിട്ടുണ്ട്, -400 തന്നിരിക്കുന്നത്. അതായത് ഇതും അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി 1100. സോ അതായത് ആക്ച്വൽ എന്ന് പറയുന്നത് 400 കുറവാണ്, ബജറ്റിനേക്കാളും 400 കുറവാണ്. ദാറ്റ് മീൻസ് നമുക്ക് ബജറ്റ് എന്ന് പറയുന്നത് സോ ബജറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 1500, അതായത് 1100 പ്ലസ് 400 = 1500. So that is the whole structure of this concept. Okay, are you clear guys? Okay, so further calculate നമുക്ക് പറയുന്നത് വെച്ചാൽ calculate for each factory for the company. each factory കാണണം and for the company കാണണം as a whole for the period. so fixed cost നമ്മൾ കാണണം, അതുപോലെ ബ്രേക്ക് ഈവൻ സെയിൽസ് കാണണം. 2 റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അണ്ടർ ബഡ്ജറ്റ് എന്താണ്, ഓവർ ബഡ്ജറ്റ് എന്താണെന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞു. സോ അതടക്കട്ടെ. ഇനി അടുത്തത് വർക്കിംഗ് നോട്ട് നമ്പർ 1. യെസ്, സോ ഗൈസ് വർക്കിംഗ് നോട്ട് നമ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ദി ബഡ്ജറ്റ് ഫിഗേഴ്സിൻ്റെ കാൽക്കുലേഷനാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങൾ തന്നെയാണ്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ സെയിൽസിൻ്റെയാണ് എടുക്കുന്നത്, സോ നോർത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സോ നോർത്തിൽ നമുക്ക് ആക്ച്വൽ എത്രയായിരുന്നു, ആക്ച്വൽ സെയിൽസ് 1100. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് അവിടെ അണ്ടർ ബഡ്ജറ്റ് എത്രയായിരുന്നു, അണ്ടർ ബഡ്ജറ്റ് 400. സോ അങ്ങനെയാണ് നമുക്ക് നമ്മൾ പറഞ്ഞു അണ്ടർ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി കുറവാണ്. അപ്പോൾ അതായത് നമുക്ക് ബഡ്ജറ്റ് സെയിൽസിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം. സോ നമ്മൾ അണ്ടർ ബഡ്ജറ്റ് ആഡ് ചെയ്ത് തന്നെ നമുക്ക് 1500 നമുക്ക് എന്താണ് പിന്നെ ബഡ്ജറ്റ് സെയിൽസ് കിട്ടും. ആർ യു ക്ലിയർ ഗൈസ്? ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഈസ്റ്റിന് കൂടി പറയുമ്പോൾ ഏകദേശം ഒന്ന് ക്ലിയർ ആവും. സോ ഫസ്റ്റ് നമുക്ക് ആക്ച്വൽ എത്ര 1450 ആക്ച്വൽ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഓവർ ബഡ്ജറ്റാണ്. ഓവർ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബഡ്ജറ്റ് സെയിൽസ് എത്രയായിരിക്കും, 1450 - 150, 1450 - 150 = 1300. സോ ദ സെയിം തിങ് നമുക്ക്
സൗത്തിലേക്ക് വരുമ്പം 1200 നമുക്ക് ആക്ച്വൽ സെയിൽസ്. ദെൻ അണ്ടർ ബഡ്ജറ്റ് ആകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണം, 200 നമ്മൾ ആഡ് ചെയ്തു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് സെയിൽസ് എന്ന് പറയുന്നത് 1400 ആയിരിക്കും എന്ന് പറഞ്ഞു. സോ നെക്സ്റ്റ് നമുക്ക് ഇനി അടുത്തത് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറയുന്നത് സെയിൽസിൻ്റെ കേസിലാണ്. നമുക്ക് പ്രോഫിറ്റ് ഇപ്പോൾ നമുക്ക് വെച്ചാൽ ബഡ്ജറ്റ് സെയിൽസും ബഡ്ജറ്റ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി നമുക്ക് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് നോർത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നോർത്തിലേക്ക് വരുമ്പം 135 നമുക്ക് ആക്ച്വൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ അണ്ടർ ബഡ്ജറ്റ് എത്ര 180. സോ അങ്ങനെ നമ്മൾ ആഡ് ചെയ്തതിനാൽ നമുക്ക് ബഡ്ജറ്റ് പ്രോഫിറ്റ് എത്ര 315. സോ നെക്സ്റ്റ് നമുക്ക് അടുത്തത് ഈസ്റ്റിലേക്ക് 210 ആക്ച്വലി. നെക്സ്റ്റ് ഓവർ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 90 മൈനസ് ചെയ്തതിനാൽ 120. നെക്സ്റ്റ് സൗത്തിലേക്ക് വരുമ്പം 330 ആക്ച്വൽ പ്രോഫിറ്റ്. നെക്സ്റ്റ് 110 എന്ന് പറയുന്നത് അണ്ടർ ബഡ്ജറ്റാണ്. സോ നമ്മൾ ആഡ് ചെയ്യുന്നു. സോ 440. സോ ഞാൻ ആദ്യത്തെ 2 കാര്യങ്ങൾ ഞാൻ ഡീപ്ലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഞാൻ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാതെ പറഞ്ഞത്. സോ ആ ഒരു 2-3 കാര്യങ്ങളിലേക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അണ്ടർ ബഡ്ജറ്റും ഓവർ ബഡ്ജറ്റും എന്താണെന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ദി പി വി റേഷ്യോൻ്റെ കാൽക്കുലേഷനാണ്. ഓക്കെ, സോ പി വി റേഷ്യോൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ എന്ത് ചെയ്യാം, കമ്പനിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാം. പി വി റേഷ്യോ കാണാൻ നമുക്ക് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. സോ നമുക്കിവിടെ കോൺട്രിബ്യൂഷനോ സെയിൽസിനെ കുറിച്ച് യാതൊരു കാര്യങ്ങളും തന്നിട്ടില്ല. നമുക്കിവിടെ ബഡ്ജറ്റ് സെയിൽസും ആക്ച്വൽ സെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സോ പക്ഷേ കോൺട്രിബ്യൂഷനെ കുറിച്ച് നമുക്കറിയില്ല, കാരണം വേരിയബിൾ കോസ്റ്റ് കാര്യങ്ങളൊന്നും നമുക്ക് തന്നിട്ടില്ല. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒരു പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്യും. അതാണ് ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഡിഫറൻസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ സെയിൽസ് ഇൻറ്റു 100. സോ നിങ്ങൾ ഏതെങ്കിലും കോൺസെപ്റ്റ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറൻസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ സെയിൽസ് ഇൻറ്റു 100. സോ ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ആക്ച്വൽ ബഡ്ജറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പി വി റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ പി വി റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോർത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ -180 നമുക്ക് പ്രോഫിറ്റ്, -180 പ്രോഫിറ്റ്. അതുപോലെ തന്നെ പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് തമ്മിലുള്ള ഡിഫറൻസ് -400 നമുക്ക് സെയിൽസിന് തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു 100 = 45. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഈ മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് 90. സോ 90 ഡിവൈഡ് ബൈ 150 ഇൻറ്റു 100 = 60%. അതുപോലെ തന്നെ സൗത്തിലേക്ക് വരുമ്പം -110 ഡിവൈഡ് ബൈ -200 ഇൻറ്റു 100 = നമുക്ക് 55%. സോ നമുക്ക് പി വി റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് കാൽക്കുലേഷൻ ഓഫ് ദി ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കാൽക്കുലേഷൻ വെച്ചാൽ നമുക്കറിയാം. സോ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. സോ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് കാണാനോ കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ് ചെയ്താൽ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടും. ഓക്കെ, നമ്മളോട് ഫിക്സ്ഡ് കോസ്റ്റ് കാണാനാണ് പറയുന്നത്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ. നമുക്ക് സെയിൽസ് അറിയാം, പി വി റേഷ്യോ അറിയാം. ഓക്കെ, സോ മൈനസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നോർത്തിൻ്റെ കേസിലേക്ക് വരുമ്പം സോ നമ്മൾ ഇവിടെ നമുക്ക് ഫിഗേഴ്സ് എന്ന് പറയുന്നത് അതായത് ഈ പ്രോഫിറ്റിൻ്റെയും അതുപോലെ തന്നെ സെയിൽസിൻ്റെയൊക്കെ നമ്മൾ എടുക്കുന്ന ഫിഗർ എന്ന് പറയുന്നത് ആക്ച്വൽ ആയിരിക്കും. സോ ഓർത്ത് വെക്കുക, ബജറ്റ് അല്ല, നമ്മൾ ആക്ച്വൽ ആയിരിക്കും നമ്മൾ ഇത് ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആക്ച്വലാണ് നമ്മൾ എടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നോർത്തിൻ്റെ കേസിൽ 110 ഇൻറ്റു 45%, 1100 നമുക്ക് സെയിൽസ് എന്ന് പറയുന്നത്. 45% നമുക്ക് പി വി റേഷ്യോ. -135 = 360. ഓക്കെ, 360. നെക്സ്റ്റ് അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ കേസിൽ 1450 ഇൻറ്റു 60% -210 = 660. അതുപോലെ തന്നെ സൗത്തിൻ്റെ കേസിൽ 1200 ഇൻറ്റു 55% -330 = 330. സോ നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. അതായത് നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും സൗത്തിൻ്റെയും ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആസ് എ ഹോൾ കമ്പനി നമ്മളും കാൽക്കുലേറ്റ് ചെയ്തു 1350 ആസ് എ ഹോൾ കമ്പനി. ആർ യു ക്ലിയർ ഗൈസ്? ഫസ്റ്റ് റിക്വയർമെൻറ്റ് ക്ലിയർ ആണോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് പി വി റേഷ്യോ കാണാനാണ്. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കാണാനാണ്. ബ്രേക്ക് ഈവൻ പോയിൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് അറിയാം, നമുക്ക് പി വി റേഷ്യോ അറിയാം. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റിക്വയർമെൻറ്റ് കിട്ടിയാലേ നമുക്ക് സെക്കൻഡ് റിക്വയർമെൻറ്റ് കിട്ടുള്ളൂ.
ഡിഡ് യു നോട്ടീസ്ഡ്? അതാണ് ഫസ്റ്റ് റിക്വയർമെൻറ്റ് നമുക്ക് കിട്ടിയത്. ഫസ്റ്റ് നമുക്ക് റിക്വയർമെൻറ്റിലാണ് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് റിക്വയർമെൻറ്റ് തെറ്റാണെങ്കിൽ, സോ ഫസ്റ്റ് റിക്വയർമെൻറ്റ് തെറ്റാണെങ്കിൽ സെക്കൻഡ് റിക്വയർമെൻറ്റ് ഓൾസോ വിൽ ബി നമുക്ക് ഇൻകറക്റ്റ് ആയിരിക്കും. സോ അതാണ് പറഞ്ഞത്. സോ അത്രയും നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കാൽക്കുലേഷൻ നമുക്ക് ഏറ്റവും നല്ല ഒരു ഗ്രിപ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ. സോ അപ്പോൾ നമുക്ക് നോർത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ 360 നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. 360 നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. യെസ്, 360 ഡിവൈഡഡ് ബൈ 45% ഈസിക്കൽ ടു 800. അതുപോലെ തന്നെ ഈസ്റ്റിൻ്റെ കേസിലേക്ക് 660 ഡിവൈഡ് ബൈ 60% ഈസിക്കൽ ടു 400. നെക്സ്റ്റ് നമുക്ക് സൗത്തിൻ്റെ കേസിലേക്ക് വരുമ്പം 330 ഡിവൈഡ് ബൈ 55% ഈസിക്കൽ ടു 600. സോ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് നമുക്ക് ആസ് എ ഹോൾ കമ്പനി 2500. ഓക്കെ. സോ ഇൻഡിവിജ്വലും കിട്ടി, നമുക്ക് ആസ് എ ഹോൾ കമ്പനിയും കിട്ടി. ദിസ് ഈസ് ദ ഹോൾ സ്ട്രക്ചർ ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ. സോ നിങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യാം, ഒരു 2-3 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ആൻഡ് നാളെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വരാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോസ് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കാരണം നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ഇല്ലുസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ഡേറ്റ് ആയിരിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.